അപ്പോൾ ഗേസ് നമ്മൾ കോട്ടയ്ക്കൽ നിന്നും നിലമ്പൂരിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടികളിലായിട്ടാണ് പോകുന്നത്. ഞാൻ, അബ്ബ, ഇക്കു, റെമിമോൻ ഈ വണ്ടിയിൽ, അമ്മച്ചി, മുസ്തു, ദീദി, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഉണ്ട് നമ്മളെ, അതും മറ്റൊരു വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. കൂടുതലായിട്ട് ട്രാവൽ മാത്രം കാണിച്ച് നിങ്ങൾ വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. അതിന് പകരം നമ്മൾ എവിടെയെല്ലാം പോകുന്ന എന്തെല്ലാമാണെന്നെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നന്നായിട്ട് കരയുന്നുണ്ട്. ആദ്യം ട്രാവൽ തുടങ്ങിയാൽ പിന്നെ നന്നായിട്ട് കരയിലാണ് ഇന്നത്തെ രീതിയും. നമ്മൾ പോകുന്ന വഴിയിൽ നിരത്തിന് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. വോയിസസ് ഒക്കെ നന്നായിട്ടുണ്ട്. പോകുന്ന വഴി നമ്മൾ കുറച്ച് ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. വീണ്ടും നമ്മളെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്നത് ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു മലപ്പുറം ഇമേജിൽ അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇമേജിൽ കയറി സാധനങ്ങളൊക്കെ നോക്കുകയാണ്. ആദ്യം നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഉമ്മച്ചി അവരൊക്കെ സാധനങ്ങൾ നോക്കുന്നുണ്ട്. നമ്മൾ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഹൗസ് വാമിങ് സെറിമണി കഴിഞ്ഞ് നമ്മൾ നേരെ തെക്ക് മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് തന്നെ കാണുന്നത് കുറച്ച് കുരങ്ങന്മാരെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഇഷമോൾ വീഡിയോയിൽ എന്തെല്ലാം പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇക്കു ആദമിന് വെള്ളം കൊടുക്കുകയാണ്. ആദം എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കവറ്, ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കയറ്റില്ല. ഇനി നമുക്കിതിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ുള്ളത് തേക്കുമായിട്ടുള്ള ഉപകരണങ്ങളും തേക്കിലിരിക്കുന്ന ഷഡ്ബദ്ധങ്ങൾ, അതായത് ബട്ടർഫ്ലൈസും ഒക്കെയാണ്. ഇതൊക്കെ ഒറിജിനലാണ്. ഇത് അവരിവിടെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം പൊടിഞ്ഞു പോകുന്നല്ലാണ്ട്. തേക്ക് കൊണ്ടുള്ള പരമ്പരാഗത വസ്തുക്കളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് കാണാനുള്ളത്. ഇത് നമ്മൾ തേക്ക് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈര, ചുറ്റിക, അങ്ങനെ മഴു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
കാണുന്നത് സെറാമിക് ബോട്ടിൽസ് ആണ്. അതിൽ കുറച്ച് നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളും സംഭവങ്ങളും കാണാനുണ്ട്. വീഡിയോ നല്ല ലെങ്ത് ആവും. അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നമ്മൾ തേക്ക് മ്യൂസിയം പുറത്തോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഒരു ഗാർഡനൊക്കെയാണ്. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.